നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ആലപ്പുഴയിൽ നടന്ന 4 സ്ത്രീകളുടെ തിരോധാനം, പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട് ദുരൂഹതകൾ നിറഞ്ഞതാണ്. ഈ 4 സ്ത്രീകളെയും, അതായത് ബിന്ദു പത്മനാഭൻ, ജൈനമ്മ, സിന്ധു എന്ന ബിന്ദു, ഐഷ എന്നിവരെ സെബാസ്റ്റ്യനാണോ കൊലപ്പെടുത്തിയത്? അതിനുവേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ആലപ്പുഴ പള്ളിപ്പുറത്ത് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തെളിവെടുപ്പിൽ 1-ലധികം അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. JCB ഉപയോഗിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. ജൈനമ്മ തിരോധാന കേസിലെ മുഖ്യപ്രതി സെബാസ്റ്റ്യനുമായാണ് തെളിവെടുപ്പ് നടക്കുന്നത്. നേരത്തെ പറമ്പിൽ നിന്ന് കത്തിച്ച അസ്ഥി കഷ്ണങ്ങൾ കണ്ടെടുത്തിരുന്നു. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട 4 സ്ത്രീകളുടെ തിരോധാനമാണ് പോലീസ് പരിശോധിക്കുന്നത്. അവിടെ ഇപ്പോൾ JCB കൊണ്ടുവന്ന് നേരത്തെ ആദ്യം കുഴിച്ച ഫസ്റ്റ് ഡേ വന്ന് കുഴിച്ച ദിവസം അടുത്ത് അതിന് സമയത്ത് കുഴിച്ചിട്ട് അസ്ഥി കഷ്ണം കെട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ പോലീസ് എടുത്ത് ചാക്ക് വിരിച്ച് അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര അസ്ഥി കഷ്ണങ്ങൾ കിട്ടി? ഞാനിപ്പോൾ ഒരു നേരം മുമ്പ് ഒരു 4-5 കഷ്ണം കിട്ടിയിട്ടുണ്ട്. വണ്ണം കുറഞ്ഞ ചെറിയ മുഴുത്ത ചെറിയ അസ്ഥി കഷ്ണം കിട്ടിയിട്ടുണ്ട്. ഹ്യൂമൻ ബോഡിയുടെ ആണെന്ന് അറിയാനൊക്കെ ഇല്ല. എന്നാലും ചാക്ക് ഇട്ടിട്ട് പഴയതുപോലെ തന്നെ അതിലേക്ക് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. കളക്ട് ചെയ്തോണ്ടിരിക്കുവാണ് ക്രൈംബ്രാഞ്ച്. അപ്പം 4-ലധികം കിട്ടിയിട്ടുണ്ടല്ലേ? 4-ലധികം കിട്ടിയിട്ടുണ്ട്. നേരത്തെ കുഴിച്ച സ്പോട്ട് തന്നെയാണോ? ആ കുഴിച്ച സ്പോട്ടിന് സമീപത്ത് തന്നെ ഇപ്പോൾ കുഴിച്ചിരിക്കുന്നത് ആണല്ലേ? അപ്പൊ അവിടെ കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കണ്ടിട്ട് JCBക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. പോലീസ് അത് തൂമ്പയ്ക്ക് വെട്ടി ഇളക്കി തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എത്രമാത്രം വലിപ്പമുണ്ട്? ആദ്യം എടുത്തതിന് ഏകദേശം ഇഷ്ടം മുഴുപ്പുണ്ട്. ആദ്യം കിട്ടിയ ശേഷം വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഒരു പ്രദേശവാസിയുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. കൂടുതൽ അസ്ഥികൂടങ്ങൾ ഈ പ്രദേശത്തു നിന്നും സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ നിന്നും കണ്ടെത്തിയെന്ന് ഇയാൾ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അങ്ങനെയെങ്കിൽ ജൈനമ്മ മാത്രമല്ല, കൂടുതൽ ആളുകളെ നമ്മൾ നേരത്തെ ശരണ്യയുടെ അന്വേഷണത്തിൽ ആ ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയതുപോലെ ഐഷ, ബിന്ദു പത്മനാഭൻ, സിന്ധു എന്ന ബിന്ദു, ഇവരെയൊക്കെ ഒരുപക്ഷെ കൊന്നു കുഴിച്ചു മൂടിയതാണോ തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായി തന്നെ അന്വേഷണം നടത്തേണ്ടതാണ്. പോലീസിന്റെ ഈ തിരച്ചിലിൽ ഇന്ന് എന്തൊക്കെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത് ശരണ്യ? ടോമെ, ഇന്ന് രാവിലെ 11 മണിക്ക് ശേഷമാണ് ഇയാളുമായി സെബാസ്റ്റ്യനുമായി പള്ളിപ്പുറത്തെ ഈ വീട്ടിൽ എത്തിയിട്ടുള്ളത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ നേരത്തെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഭാഗത്താണ്, അതിന് തൊട്ടടുത്തായി എടുത്ത കുഴിയിലാണ് ഇപ്പോൾ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വിശദമായി പരിശോധിക്കുന്നു ഒരു ഭാഗത്ത്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ അതായത് ആദ്യം തിരിച്ച കോമ്പൗണ്ട് ഭാഗത്ത് നിന്ന് പിന്നീട് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ മാറ്റി കൂടുതൽ ഭാഗം ഇപ്പോൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലം മൊത്തം ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പുല്ലുകളൊക്കെ വെട്ടി തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്തെ, അതായത് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന JCB ഉപയോഗിച്ച് ഉള്ള മണ്ണ് പരിശോധിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തായിരുന്നു ഇതിനു മുമ്പ് മൃതദേഹാവശിഷ്ടങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ആ സ്പോട്ടിന് തൊട്ടടുത്ത് അതിന് 1 മീറ്ററോളം വ്യത്യാസത്തിലാണ് അടുത്ത സ്ഥലത്ത് ഇപ്പോൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനിപ്പോൾ സ്ഥിരീകരണമായിട്ടുണ്ട്. പോലീസ് മണ്ണ് JCB ഉപയോഗിച്ച് അവിടേക്ക് ഇടുമ്പോൾ തന്നെ അത് പരിശോധിച്ച് അതിൽ നിന്ന് അസ്ഥി കഷ്ണങ്ങൾ മാറ്റിയിടുന്നത് നമുക്ക് കാണാനാകുന്നുണ്ട്. എന്തായാലും ഫോറൻസിക് സ്ഥിരീകരണം അടക്കം വരണം. ഇത് പ്രത്യേകിച്ച് DNA പരിശോധന അടക്കം വരേണ്ടതുണ്ട്. ഇത് ആരുടേതാണ് എന്നുള്ളത്. തൊട്ടടുത്തുള്ള കുളവും ഇതിന്റെ പോലീസ് നിശ്ചയിച്ചിട്ടുള്ള സ്പോട്ടിൽ ഉള്ളതാണ് എന്ന് തന്നെയാണ്. കാരണം ഈ കുളത്തിലാണ് ഈ നേരത്തെ മുഷിയടക്കം വളർത്തിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കുളത്തിലെ വെള്ളം പറ്റിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾക്കായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ ഇപ്പോൾ വീടിനകത്താണ് ഉള്ളത്. ഈ വീട് കേന്ദ്രീകരിച്ചും ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ വീടിനകത്ത് ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീടിനകത്തും കൂടുതൽ ദുരൂഹതകൾ ഉണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. മാത്രമല്ല, ഇപ്പോൾ ഇവിടേക്ക് വന്ന് ആദ്യ പരിശോധനയിലേക്ക് എത്തിയ സ്ഥലത്ത് തന്നെ അത്തരമൊരു സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായൊരു ധാരണ ഇതിന്റെ പുറത്തുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആദ്യം കുഴിച്ച സ്പോട്ടിൽ തന്നെ ഇപ്പോൾ ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വിശദമായൊരു പരിശോധന തന്നെ ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകും. കാരണം സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേരിട്ട് തന്നെ സ്ഥിരീകരിക്കാനായിട്ടുള്ളത് 3 സ്ത്രീകളുടെ തിരോധാനവുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ട് എന്നുള്ളതാണ്. 4മതൊരു സ്ത്രീയുടെ കേസ് കൂടി പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഇത്രയധികം
സ്ത്രീകൾ ഇയാളുമായി അടുത്തിടപെടുന്ന സ്ത്രീകൾ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് അതിൽ കൃത്യമായ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഏറ്റവും നിർണായകമായ, അതായത് ജൈനമ്മ തിരോധാന കേസിലെ ഏറ്റവും നിർണായകമായ തെളിവെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്ത് പുരയിടത്തിലാണ് ഇത് നടക്കുന്നത്. വീടിന്റെ തെക്ക് ഭാഗത്തായി ആണ് കഴിഞ്ഞ ദിവസം മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അവിടെ ഒരു കുഴിയെടുത്ത നിലയിൽ അവിടെ മൃതദേഹം അവശിഷ്ടങ്ങൾ കത്തിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. 150ഓളം എല്ലിൻ കഷ്ണങ്ങളാണ് കൊല്ലത്തു നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിച്ചത്. അതിന്റെ ബാക്കി ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സെബാസ്റ്റിനെ പുറത്തേക്ക്, ഈ സ്പോട്ടിലേക്ക് സെബാസ്റ്റിനെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. നമുക്കറിയാം, ഇതുവരെ തെളിയിക്കപ്പെടാത്ത കേസുകൾ. ആദ്യം ബിന്ദു പത്മനാഭൻ കേസ് വരുന്നു. ബിന്ദു പത്മനാഭനുമായി 2003 കാലയളവ് മുതൽ സെബാസ്റ്റിന് ബന്ധമുണ്ട് എന്നുള്ളത് എല്ലാവരും സ്ഥിരീകരിക്കുന്ന ഒന്നാണ്. 2006 വരെ ബിന്ദു പത്മനാഭനെ ആരും കണ്ടിട്ടില്ല. 2006 ശേഷം 2005ഓടുകൂടി അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പോലും ഉപയോഗിക്കുന്നില്ല എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തിരുന്നു. അതായത് അതിനുശേഷം ഐഷ ഉണ്ടാകുന്നു. 2012 ഐഷയുടെ കേസ് വരുന്നു. ഐഷയുടെ കേസാണ് ആദ്യം തിരോധാന കേസായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ബിന്ദു 2006 മുതൽ ബിന്ദുവിനെ കാണാനില്ലെങ്കിലും ബാംഗ്ലൂരും ആലപ്പുഴയിലുമായി താമസിച്ചു വരുന്ന ബിന്ദു പിന്നീട് ബിന്ദുവിന്റെ സഹോദരൻ, ഇറ്റലിയിലായ സഹോദരൻ 2017 പരാതി നൽകുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു പ്രശ്നം ആദ്യം തന്നെ ആ കേസുകളെ ബാധിച്ചിരുന്നു. കാലപ്പഴക്കം ഒരു വലിയ പ്രശ്നമായി അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അതിൽ ഈ തിരോധാനങ്ങളുമായി ബന്ധമുണ്ടെങ്കിലും ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളെ തെളിവുകൾ സഹിതം പിടിക്കാനായിട്ടുള്ളത് ഇപ്പോൾ ഈ ജൈനമ്മ തിരോധാന കേസിലാണ്. ജൈനമ്മ തിരോധാന കേസിലെ നിർണായകമായ ഈരാറ്റുപേട്ടയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ, പിന്നീട് അതിൽ നിന്നും ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ഇയാളുടെ കൈവശമുണ്ടായിരുന്നു എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു. അതോടുകൂടി സെബാസ്റ്റ്യൻ കസ്റ്റഡിയിലാവുകയും ചെയ്യുന്നു. പിന്നീട് അവിടെ നിന്നും സെബാസ്റ്റ്യൻ സ്വർണം പണയം വെച്ചതായി സ്ഥിരീകരിച്ചു. സ്വർണം കുന്നത്ത് ജ്വല്ലറി, ചേർത്തല നഗരത്തിൽ തന്നെ കുന്നത്ത് ജ്വല്ലറിയിലും ഒപ്പം ശ്രീ വെങ്കടേശ്വര ജ്വല്ലറി, അവിടെ നിന്ന് പണയത്തിലെടുത്ത സ്വർണം ഇവിടെ വെങ്കടേശ്വര ജ്വല്ലറി കൊണ്ട് ഉരുക്കിയിട്ടുണ്ട് എന്നുള്ളതും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രണ്ടിടങ്ങളിലായി ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന തെളിവെടുപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിലൊക്കെ തന്നെയും യാതൊരു കുലുക്കവുമില്ലാതെ അന്വേഷണ സംഘത്തോടൊപ്പം സെബാസ്റ്റ്യനെയാണ് കണ്ടത്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തില് സെബാസ്റ്റ്യൻ പോലീസിനോട് ഒട്ടും സഹകരിച്ചിരുന്നില്ല. ഇതിപ്പോൾ കൃത്യമായും സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ടോ എവിടെയൊക്കെയാണ് ആളുകളെ, ഈ സ്ത്രീകളെ കൊന്നു കുഴിച്ചുമൂടിയെന്ന കാര്യം തുറന്ന് സമ്മതിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ആരൊക്കെയാണ് കൊലപ്പെടുത്തിയതെന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെയാണ് സെബാസ്റ്റ്യൻ ഈ അന്വേഷണവുമായി സഹകരിച്ച് ഈ അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ കൃത്യമായ മറുപടി നൽകുന്നുണ്ടോ? അതോ പോലീസിന്റെ ഒരു ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിവിധയിടങ്ങളിൽ ഇയാളുടെ പുരയിടത്തിൽ പരിശോധന, ഈ തെരച്ചിൽ നടത്തുകയാണോ? കൊല്ലത്തു നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘവും ആലപ്പുഴയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘവും ഇവിടെയുണ്ട്. സംയുക്തമായാണ് പരിശോധന നടക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ജൈനമ്മ തിരോധാന കേസിലാണ് മാത്രമാണ് ഇപ്പോൾ പോലീസിന് ഒരു തുമ്പ് ലഭിച്ചിട്ടുള്ളത്. അതിനകത്താണ് ഇപ്പോൾ ജൈനമ്മയുമായി ജൈനമ്മയുടെ തിരോധാനം, ജൈനമ്മ ജീവനോടെ ഇല്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം പോകുന്നത്. അതുപോലെ തന്നെ ബിന്ദു പത്മനാഭനും ഒപ്പം തന്നെ ഐഷയും, ഈ രണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ടും അവരിപ്പോൾ ജീവനോടെ ഇല്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. കാരണം ബിന്ദു പത്മനാഭൻ 2006 ശേഷം 2004 അവര് ആലപ്പുഴ നഗരത്തിലേക്ക് താമസം മാറുന്നു. 2005 മെയ് വരെയാണ് അവരുടെ ട്രഷറി അക്കൗണ്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം അത് ഉപയോഗിക്കാത്ത സാഹചര്യമുണ്ട്, പണം എടുക്കാത്ത സാഹചര്യമുണ്ട്. ഐഷയും ഇതുപോലെ തന്നെയാണ്. ഐഷയുടെയും പെൻഷനുകൾ അക്കൗണ്ടിൽ വന്ന് കിടപ്പുണ്ടായിരുന്നു. പിന്നീട് അത് ഐഷ ലൈഫ് സർട്ടിഫിക്കറ്റ് അടക്കം നൽകാതെ ഇരിക്കുന്ന കാലയളവ് വരെയുള്ള പെൻഷനുകൾ വന്നിട്ടുണ്ട്. അത് ആരും എടുത്തിട്ടില്ല. അങ്ങനെയുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ജീവനുള്ള സ്ത്രീകളാണെങ്കിൽ ഇവർ എത്തിയേനെ, ഇത് എടുത്തേനെ എന്നുള്ളതടക്കം, പണമടക്കം എടുക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്ത്രീകൾ ആരും ജീവനോടെ ഇല്ല എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് അന്വേഷണ സംഘം പോകുന്നത്. അവരുമായി അടുത്ത ബന്ധം സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നുള്ള സ്ഥിരീകരണം അവർക്ക് പലയിടങ്ങളിൽ നിന്ന് നിൽക്കുമ്പോഴും തെളിവുകളാണ് ഒരു കേസിൽ ഏറ്റവും നിർണായകമായത്. ആ തെളിവുകളിലേക്ക് എത്രമാത്രം എത്താൻ കഴിയുമെന്നുള്ളതാണ്. എന്തായാലും സെബാസ്റ്റ്യൻ എന്ന ഒരു ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിയെ കൃത്യമായി കുടുക്കുന്ന ഒരു കേസായി ഏറ്റുമാനൂർ കേസ് വരുന്നു എന്നുള്ളതാണ് ജൈനമ്മ തിരോധാന കേസിൽ. പക്ഷേ ഇവിടെ നിന്ന് കിട്ടുന്ന അസ്ഥികൾ ആരുടേതാണെന്നൊരു സ്ഥിരീകരണം എത്തുന്നതുവരെ നമുക്ക് അതും പറയാൻ കഴിയില്ല. ജൈനമ്മയുടെ കേസാണോ ഇവിടെ തെളിയിക്കപ്പെടുന്നത്, അത് മറ്റാരുടെയെങ്കിലും ആണോ എന്നതിനെ സംബന്ധിച്ച ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലും ഇപ്പോൾ എത്താൻ കഴിയില്ല. അത്രമേൽ നിഗൂഢമാണ് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഓരോ കേസുകളും. ടോം, യെസ്, ശരണ്യയിലേക്ക് വരാം. അതിനു മുൻപ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നിരുന്നു.
ശരണ്യ സ്നേഹജനോടാണ് മറ്റൊരു യുവതി, അതായത് ആലപ്പുഴ സ്വദേശിനിയായിട്ടുള്ള യുവതി, ഒരു വീട്ടമ്മ, ഒരു റിട്ടയർഡ് അധ്യാപിക ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. ആലപ്പുഴയിലെ തിരോധാന കേസുകളിലെ പ്രതി സെബാസ്റ്റ്യൻ കൂടുതൽ സ്ത്രീകളെ ലക്ഷ്യം വെച്ചിരുന്നതായിട്ടാണ് വെളിപ്പെടുത്തൽ. ഭർത്താവ് മരിച്ചതിനാൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന തന്നെ വീടും സ്ഥലവും വിട്ടു നൽകാമെന്ന് പറഞ്ഞ് സെബാസ്റ്റ്യൻ സമീപിച്ചിരുന്നതായി റിട്ടയർഡ് അധ്യാപിക എലിസബത്ത് ജേക്കബ് ന്യൂസ് 18നോട് പ്രതികരിച്ചു. കാണാതായ ഐഷയുടെയും പെൺസുഹൃത്തായ റോസമ്മയുടെയും അയൽവാസിയാണ് എലിസബത്ത്. റോസമ്മ ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ് അധ്യാപികയുടെ തുറന്നു പറച്ചിൽ. റോസമ്മയുടെ വീട്ടിൽ സെബാസ്റ്റ്യനെ കാണാറുണ്ടെന്നും JCB ഉപയോഗിച്ച് പുരയിടം കുഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നതായും എലിസബത്ത് ന്യൂസ് 18നോട് പറഞ്ഞു. സെബാസ്റ്റ്യൻ ഈ ചേർത്തലയിലെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് ശാസൻ കവലയുമായി ബന്ധപ്പെട്ട് തന്നെ പലയിടങ്ങളിലും ഈ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ സമീപിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ പല ദുരൂഹതകളും നിലനിൽക്കുന്നുമുണ്ട് ഈ നാട്ടിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഐഷ, അതായത് ഐഷയെ കാണാതായിട്ട് 2012 കാണാതായതാണ്. ഐഷയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന എൽസമ്മ ജേക്കബ് എന്ന റിട്ടയർഡ് അധ്യാപികയുടെ ഒപ്പമാണ് നമ്മളുള്ളത്. ഈ സെബാസ്റ്റ്യൻ ഇവിടെയും വന്നിട്ടുണ്ട് അല്ലേ? ഈ സ്ഥലം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുക. അപ്പം ഞാൻ ഒറ്റയ്ക്ക് താമസിക്കേണ്ട സ്ഥലവും വരെ വഴിയില്ലാത്തതുകൊണ്ട് ടീച്ചറെ ഞാൻ റോഡ് സൈഡ് സ്ഥലവും വരെ വാങ്ങിച്ചു തരാം, പിന്നെ ഇത് അവരെടുത്തോളാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് സ്ഥലവും വരെ ആവശ്യമില്ല, എനിക്ക് ഇത് തന്നെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പോവുകയും ചെയ്ത് അയാൾ കൊടുത്തിട്ടുമില്ല. അങ്ങനെ സമീപിച്ചതാണ് സ്ഥലവും പിന്നെ വസ്തു വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട്. റോഡ് സൈഡിൽ ഇതിന് പകരം റോഡ് സൈഡിൽ പള്ളിയുടെ അടുത്തായിട്ട്, ഞങ്ങൾക്ക് സേനയില്ലേ, അതുകൊണ്ട് പള്ളിയുടെ അടുത്തായിട്ട് സ്ഥലവും വരെ നല്ലത് വാങ്ങിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നത്. എനിക്ക് ആ മനുഷ്യനെ അറിയാമായിരുന്നുകൊണ്ട് അയാൾ ഉടായ്പാണെന്നുള്ളത് നമ്മുടെ സ്വന്തക്കാർ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യം എനിക്കില്ല, എനിക്ക് വസ്തു പിന്നെ വിറ്റിട്ട് ഇവിടെ പോകുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഈ വഴിയിലേക്ക് വരുമ്പോൾ റോസമ്മയുടെ വീട്ടിൽ സ്ഥിരമായി വരുന്ന ഒരാളായിരുന്നു എന്ന് അവർ തന്നെ സ്ഥിരീകരിക്കും. ആവശ്യമായിട്ട് വന്നുകൊണ്ടിരുന്ന ആളായിരുന്നു. രാത്രി കാലങ്ങളിലും വരും. ഈ വരുന്ന വഴിക്കൊക്കെ ടീച്ചർ കാണാറുണ്ട്. ഇയാളെ നേരത്തെ സെബാസ്റ്റ്യൻ നേരത്തെ കണ്ടിട്ടുണ്ട്. സെബാസ്റ്റ്യനെ ഞാൻ ഇവിടെ വന്ന് സ്ഥലം ചോദിക്കുന്നതിന് ഇല്ല, ആദ്യമായിട്ട് ഞാൻ ഈ സെബാസ്റ്റ്യനെ കാണുന്നത് അയാൾ അവരുടെ വീടിൻ്റെ അരപ്രൈസ്, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ അരപ്രൈസിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ അവിടെ JCB കൊണ്ടുവന്ന് അവരുടെ പുരയിടത്തിൽ പിന്നെ വേരൊക്കെ തെങ്ങിൻ്റെയും മരത്തിൻ്റെയൊക്കെ വേര് മാന്തിക്കുന്നുണ്ട്. അങ്ങനെ ആരും ചെയ്യാത്ത കാരണം ഇവർ സ്ഥലത്തില്ലാഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ച് നോക്കാൻ പോയതാണ് അയൽവാസി എന്ന നിലയിൽ. അന്നേരം അയാൾ ചോദിച്ചു എന്നോട് എന്താ നോക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞില്ല ഇത് അതൊന്നും എന്താണ് ആരാണെന്ന് അറിയാനാണെന്ന് പറഞ്ഞു. അത് ഞാൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ച് വരാം. ഞാൻ പറഞ്ഞു അങ്ങോട്ട് വരേണ്ട കാര്യം എനിക്കില്ല, എനിക്ക് വേറെ ജോലിയാണെന്ന് പറഞ്ഞു. ഞാൻ ഇനി പോരുകയും ചെയ്തു. അങ്ങനെയാണ് ആ മനുഷ്യനെ ആദ്യമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പം ഞാൻ ചോദിച്ചു പേരെന്താണ്, വസ്തു ചോദിച്ചു വന്നപ്പോൾ ചോദിച്ചു പേരെന്താണ്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്, പള്ളിപ്പുറത്താണ് വീടെന്നും പറഞ്ഞു. അത് വെച്ചുകൊണ്ട് എൻ്റെ സ്വന്തക്കാരൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് ഇയാൾ ശരിയല്ല, അടുപ്പിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. ചേർത്തല ശാസ്താംകവലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വീണ്ടും ശരണ്യ സ്നേഹജനിലേക്ക്. ശരണ്യ, ഇവിടെ ഈ എലിസബത്ത് ജേക്കബ് റിട്ടയർഡ് അധ്യാപിക വെളിപ്പെടുത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് കൂടുതൽ സ്ത്രീകളെ ഇയാൾ ലക്ഷ്യം വെച്ചിരുന്നുവെന്ന് വ്യക്തമാണ്. അതോടൊപ്പം ഈ റോസമ്മയും ഐഷയുമായി നേരത്തെ ശരണ്യയോട് തുറന്നു പറഞ്ഞ ഇയാളുടെ പെൺസുഹൃത്തുമായും വളരെ അടുപ്പമുണ്ടായി, സെബാസ്റ്റ്യൻ അടുപ്പമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പമാണ് JCB ഉപയോഗിച്ച് ഇയാളുടെ പുരയിടം കുഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ആഴത്തിലുള്ള കുഴിയാകാം, ആഴത്തിലുള്ള കുഴിയെടുത്താകാം ഈ മൃതദേഹാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മൃതദേഹം അവിടെ കുഴിച്ചു മൂടിയത്. കൂടുതൽ സ്ത്രീകളെ കൊന്ന് കുഴിച്ചിട്ടുണ്ടാകാം. പോലീസ് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ എലിസബത്തിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ച് ശരണ്യയോട് ഇക്കാര്യം വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എലിസബത്തിൻ്റെ മൊഴി ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമല്ലേ? തീർച്ചയായും. അതായത് ഇത് ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ആളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം കൂടിയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. അതായത് ഈ റോസമ്മയുടെയും ഐഷയുടെയും കാണാതായ ഐഷയുടെയും ഒപ്പം തന്നെ നമ്മളോട് നേരത്തെ വെളിപ്പെടുത്തൽ നടത്തിയ ഐഷയുമായി സെബാസ്റ്റ്യൻ അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്ത സ്ത്രീയായ റോസമ്മയുടെയും വീടിന്റെ തൊട്ടടുത്തുള്ള എലിസബത്ത് എന്ന റിട്ടയർഡ് അധ്യാപികയാണ് നമ്മളോട് ഇക്കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അവർ വ്യക്തമാക്കുന്നത് നേരത്തെ റോസമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ
ഐഷയുമായി അടുത്ത ബന്ധം സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മാത്രമല്ല താൻ ഇല്ലാതിരുന്നൊരു ദിവസം തന്റെ വീട് JCB ഉപയോഗിച്ച് തന്റെ പുരയിടം അവർ ഇളക്കി മറിച്ചിരുന്നു എന്ന് പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന വാക്കുകളാണ് നമ്മൾ റിട്ടയർഡ് അധ്യാപികയായ എലിസബത്ത് ജേക്കബിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ടീച്ചർ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് താൻ ഒരു ദിവസം ഇത്തരത്തിൽ റോസമ്മയുടെ വീടിന്റെ അരപ്രൈസിൽ ഈ സെബാസ്റ്റ്യൻ ഇരിക്കുന്നതായി കണ്ടു എന്നുള്ളതാണ്. സ്ഥിരമായി അവിടെ വന്നു പോകാറുള്ള ആളാണ്, രാത്രിയും പകലും അവിടെ വരാറുണ്ട് എന്നുള്ള സ്ഥിരീകരണം ടീച്ചറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമായി ടീച്ചർ വ്യക്തമാക്കിയ കാര്യം ഒന്നാണ്, താൻ ഭർത്താവ് മരിച്ച ശേഷം ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീയാണ്. ഈ അരപ്രൈസിൽ ഇരുന്ന് ഇയാൾ ഇത് ചെയ്യുന്നതുമായി, ഈ പുരയിടത്തിന്റെ JCB ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ടീച്ചർ ചെന്ന് ചോദിച്ചു ആരാണെന്ന് ചോദിച്ചപ്പോൾ ഇയാള് അടുത്തേക്ക് വരാൻ പറഞ്ഞു. ടീച്ചർ പോയില്ല, മറിച്ച് ഇത് ഇത്തരത്തിൽ റോസമ്മ പറഞ്ഞിട്ടാണ് പുരയിടം വൃത്തിയാക്കുന്നുള്ള രീതിയിലുള്ള മറുപടി നൽകി എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പിറ്റേ ദിവസം ഇയാൾ ടീച്ചറുടെ വീട്ടിലേക്ക് എത്തി എന്നുള്ളതാണ് അധ്യാപിക സ്ഥിരീകരിക്കുന്നത്. അവർ പറയുന്നത് തന്റെ വീട്ടിലേക്ക് എത്തി തന്റെ വീടും സ്ഥലവും വാങ്ങാം എന്ന് താല്പര്യം പ്രകടിപ്പിച്ചാണ് അയാൾ എത്തിയത് എന്നുള്ള നിർണായകമായ, അതായത് ഇയാൾ എങ്ങനെയാണോ സ്ത്രീകളെ അപ്രോച്ച് ചെയ്യുന്നത് അതേ മോഡസിൽ ആ സ്ഥലത്ത് എത്തി എന്നുള്ള നിർണായകമായ ഒരു മൊഴിയാണ്, ഒരു വിവരമാണ് ഇപ്പോൾ ടീച്ചർ ന്യൂസ് 8 വ്യക്തമാക്കിയിട്ടുള്ളത്. അവിടെ എത്തുകയും ആ പുരയിടം ഇപ്പോൾ നിലവിൽ താമസിക്കുന്ന പുരയിടത്തിന് വഴി പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മാറ്റി മറ്റൊരു സ്ഥലം, അതായത് ടീച്ചർക്ക് ക്രിസ്ത്യൻ മതവിശ്വാസി ആയതുകൊണ്ട് തന്നെ പള്ളിയോട് ചേർന്ന് ഹൈവേയുടെ സൈഡിൽ സ്ഥലം വാങ്ങി ഞാൻ തരാം എന്ന് പറഞ്ഞാണ് ടീച്ചറെ സമീപിച്ചത് എന്നുള്ളതാണ്. ടീച്ചറും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയാണ്. അങ്ങനെയാണ് അവരെ സമീപിച്ചത് എന്നുള്ളതാണ് എലിസബത്ത് ജേക്കബ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇയാളുടെ ഒരു സ്വഭാവം മനസ്സിലാക്കിയതിനെ തുടർന്ന് ടീച്ചർ അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇയാളെ ബുദ്ധിപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഐഷയുടെയും റോസമ്മയുടെയും വീടിന്റെ തൊട്ടടുത്തുള്ള അധ്യാപിക, അവരുടെ രണ്ടുപേരുടെ, ഐഷയുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് എലിസബത്ത് ജേക്കബിന്റെ വീട് പറഞ്ഞ് മറ്റൊരു സ്ഥലം തനിക്ക്, കൂടുതൽ നല്ലൊരു സ്ഥലം തനിക്ക് വാങ്ങി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ ദിവസം കണ്ട പരിചയത്തിന് പുറത്ത് സെബാസ്റ്റ്യൻ പിറ്റേ ദിവസം വീട്ടിലെത്തി എന്നുള്ള നിർണായകമായ സ്ഥിരീകരണം ആണ് നമ്മളോട് ഇപ്പോൾ ആ അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഇയാളുടെ ഒരു സ്വഭാവം തീർച്ചയായും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളിലേക്ക് ഇയാളുടെ അന്വേഷണം എല്ലാ ഘട്ടത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ റോസമ്മ വളരെ നിർണായകമായ വിവരങ്ങൾ ഐഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് നമ്മളോട് വെളിപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ചും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘവും ഇതിന്റെ വിശദാംശങ്ങൾ തേടുകയും ചെയ്തിരുന്നു. മറ്റൊരു സംശയം കൂടി, ഈ സെബാസ്റ്റ്യൻ ഈ ഇത്രയധികം സ്ത്രീകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തനിച്ചാകുമോ? ഈ തെളിവ് നശിപ്പിച്ചത്, മൃതദേഹം കുഴിച്ചു മൂടിയത് തനിച്ചാകുമോ? മറ്റാർക്കെങ്കിലും ഈ കേസിൽ പങ്കുണ്ടാകുമോ? അത്തരം എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ ശരണ്യ? ടോമ, ഇപ്പോഴും ഈ സ്ത്രീകളൊന്നും ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള വിലയിരുത്തൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടെങ്കിൽ പോലും കൊല്ലപ്പെട്ടു എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് നിയമപരമായ അല്ലെങ്കിൽ തെളിവുകൾ സഹിതം അവർക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീകൾ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം നിൽക്കുമ്പോഴും സെബാസ്റ്റ്യൻ ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് അവർക്ക് കൃത്യമായി അറിയുമെങ്കിൽ പോലും വളരെ ബുദ്ധിപൂർവ്വമായി ഓരോ കാര്യങ്ങളിൽ നിന്നും സെബാസ്റ്റ്യൻ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അത് കൃത്യസമയത്ത് ഈ കേസുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത രീതിയിലുള്ള, ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഫോൺ വിളികളും ഈ കാണാതായ വ്യക്തികളുടെ ഫോണുകളിൽ നിന്ന് ബന്ധുക്കളുടെ ഫോണുകളിലേക്ക് കോളുകൾ വരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ അയാൾ വളരെ ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ ഒരു സംശയദൃഷ്ടിയിലേക്ക് വരുന്നത് പോലും ഈ 2013 ഇവരുടെ സ്ഥലം വിൽക്കാൻ ശ്രമിക്കുന്നു, ഈ ബിന്ദു പത്മനാഭന്റെ സ്ഥലം വിൽക്കാൻ ശ്രമിക്കുന്നു. 2003 മുതൽ ബിന്ദുവുമായി ബന്ധമുള്ള ഒരാളാണ് ഇയാൾ. 2003 ശേഷം 2006 ശേഷം പലതവണ ആളുകൾ സമീപിക്കുമ്പോഴും ബിന്ദു വിളിച്ചതേ ഉള്ളൂ, നാളെ വരും എന്നൊക്കെ പറഞ്ഞ് കോൾ ലിസ്റ്റ് അടക്കം ഇയാൾ കാണിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ വളരെ വിശ്വസിപ്പിച്ചാണ് ഓരോ ആളുകളെയും ഇയാൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നെ ടോം സൂചിപ്പിച്ചൊരു കാര്യം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബിന്ദു പത്മനാഭൻ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ബിന്ദുവിന്റെ പ്രോപ്പർട്ടികൾ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട്. അതിനകത്ത് തന്നെ ഇയാൾ ഉണ്ടാക്കിയിരിക്കുന്ന വ്യാജ SSLC ബുക്ക്, അറ്റസ്റ്റഡ് കോപ്പി, അത് രജിസ്ട്രേഷന് വേണ്ടി ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ്, തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എത്തിച്ചിട്ടുണ്ട്. ബിന്ദുവിന് പകരമായി വ്യാജമായി മറ്റൊരു വ്യക്തിയെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു കൂട്ടായ ആ കേസിൽ തന്നെ ഒന്നിലധികം പ്രതികൾ, 4ഓളം പ്രതികൾ ആ കേസിൽ തന്നെയുണ്ട്. അത്തരത്തിലുള്ള ഒരു സഹായം രജിസ്ട്രേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടവർ വരെ അതിനകത്ത് വന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു സ്വാധീനം ആണ് ഇയാൾ ചെലുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പക്ഷേ നമ്മൾ വിചാരിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്.
മറ്റൊരാളില്ലേ എന്നുള്ളൊരു സംശയം കൂടി നമ്മൾക്ക് വരുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള വല്ല കാര്യങ്ങളും അതിനകത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധന കൂടി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായ സാജൻ സേവ്യർ, ഡിവൈഎസ്പി, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സാജൻ സേവ്യറാണ്. അദ്ദേഹമാണ് ഈ കുളം പരിശോധിക്കുന്നതിന് വേണ്ടി അവിടേക്ക് എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തിയിരിക്കുന്നു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, അതായത് ഈ മുഖ്യപ്രതിയായിട്ടുള്ള ഈ കേസിലെ പ്രതിയായിട്ടുള്ള സെബാസ്റ്റ്യന്റെ പുരയിടത്തോട് ചേർന്നുള്ള പുരയിടത്തിൽ തന്നെയുള്ള കുളം പരിശോധിക്കാനുള്ള നീക്കങ്ങളും അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ JCB ഉപയോഗിച്ചാണ് കുഴിയെടുത്ത് പരിശോധനയെങ്കിൽ ഇനി ഈ കുളത്തിലും മൃതദേഹങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടാകാം, തള്ളിയിട്ടുണ്ടാകാം തുടങ്ങിയ സംശയങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇത്രയധികം സ്ത്രീകളെ ഇയാൾ കൊലപ്പെടുത്തിയെങ്കിൽ സ്വാഭാവികമായും ഈ പുരയിടത്തിലും പരിസര പ്രദേശങ്ങളിലുമായിട്ടാകാം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത്. വിശദമായ അന്വേഷണം തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം ഈ കേസുകൾ 4 സ്ത്രീകളുടെ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. കർണാടക ധർമ്മസ്ഥലയിൽ ഭൂമി കുഴിച്ചുള്ള പരിശോധനയിൽ ട്വിസ്റ്റ്. പോയിന്റ് 11 തെരച്ചിൽ പകുതി പിന്നിട്ടപ്പോൾ നിർത്തിവെച്ച് ശുചീകരണ തൊഴിലാളിയെയും കൊണ്ട് SIT സംഘം വനത്തിനകത്തേക്ക് നീങ്ങി. 11ലും 12ലുമാണ് പരിശോധന നടത്തേണ്ടതെന്നിരിക്കെ മാർക്ക് ചെയ്യാത്ത ഇടങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിച്ചതിൽ അവ്യക്തത നിലനിൽക്കുന്നു. വനത്തിനകത്ത് മാർക്ക് ചെയ്ത ഇടങ്ങളിലെ പരിശോധന കഴിഞ്ഞ ദിവസം പൂർത്തിയായതാണ്. നിലവിൽ SITയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. പോയിന്റ് 13ന് സമീപത്തും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി ധർമ്മസ്ഥലയിൽ നിന്ന്. ബൈജു, ഈ ധർമ്മസ്ഥലയിലെ തെരച്ചിലൊരു അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു. അതായത് 11, 13 സ്ഥലങ്ങളിൽ പരിശോധന തെരച്ചിൽ നടക്കുമ്പോൾ അപ്രതീക്ഷിതമായി ചില നീക്കങ്ങൾ SITയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഈ ശുചീകരണ തൊഴിലാളിയുമായി വനത്തിനകത്തേക്ക് കൊണ്ടുപോയെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കാണുമല്ലോ. എന്തെങ്കിലും സൂചനകൾ അവിടെ നിന്ന് ലഭ്യമായിട്ടുണ്ടോ? ടോമെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. എന്തുകൊണ്ട് 11ൽ നിന്നും ഇത്തരത്തിൽ പരിശോധന നടത്തുന്നതിനിടെ പകുതി വഴിക്ക് നിർത്തി എല്ലാവരും വനത്തിനകത്തേക്ക് പോകുന്ന ഒരു കാഴ്ച ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. അത് അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ഇത്തരത്തിൽ മനുഷ്യ അസ്ഥികൂടമോ മറ്റോ അവിടുന്ന് ലഭിച്ചിട്ടുണ്ടോ? അതല്ല, പരിശോധന മാർക്ക് ചെയ്യാത്തൊരു സ്ഥലത്തേക്ക് എന്തിനാണ് ഈ സംഘം മുഴുവൻ ഇപ്പോൾ കാട്ടിലേക്ക് ഈ വനത്തിനകത്തേക്ക് കയറി എന്ന തരത്തിലൊരു അവ്യക്തത തുടരുകയാണ്. 11ൽ പരിശോധന നടത്തുന്നുണ്ട്, 12ൽ പരിശോധന നടത്തുന്നുണ്ട്. 13 ഒരു പക്ഷേ നാളെ ആയിരിക്കും. അത് നേത്രാവതി പുഴയുടെ ഓരത്തുള്ള ഈ സ്നാനഘട്ടയ്ക്ക് സമീപമാണ്. അവിടെ വളരെ നിർണായകമാണ്. കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ സംസ്കരിച്ചു എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ 13. പക്ഷേ ഈ 11ൽ ഇത്തരത്തിൽ പകുതി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കെ എന്തുകൊണ്ട് മുഴുവൻ സംഘങ്ങളും ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് ഈ വനത്തിനകത്തേക്ക് പോയി എന്ന കാര്യത്തിൽ ഒരു വലിയ അവ്യക്തത തുടരുന്നു. എന്തായാലും വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും സമയങ്ങളിൽ അതിന്റെ ഒരു കൃത്യമായി നമുക്കൊരു ചിത്രം കിട്ടും. എന്നാലും നിലവിൽ ഇപ്പോൾ ഈ 10 പോയിന്റുകളിൽ പരിശോധന മുഴുവൻ പൂർത്തിയായിരിക്കുന്നു. ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു വിവരവും SIT പുറത്തു വിട്ടിട്ടില്ല. ക്യാമറ കണ്ണുകളിലൂടെ കണ്ട ഈ 6ാം പോയിന്റ്, അവിടെ ഈ മനുഷ്യന്റെ അസ്ഥികൂടം ലഭിച്ചത് ഒഴിച്ചാൽ മറ്റ് സ്ഥലങ്ങളിൽ ഒരു വിവരവും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് പങ്കുവച്ചിട്ടില്ല. പ്രത്യേകിച്ച് മാധ്യമങ്ങളെ ഈ പ്രദേശത്ത് കയറ്റിവിടുന്നില്ല. മറ്റ് സ്ഥലങ്ങളെല്ലാം ഇത്തരത്തിൽ മറച്ചു വെച്ചുകൊണ്ടും വനത്തിനകത്തുമായിരുന്നു എല്ലാ സ്പോട്ടുകളും. അതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. നാളെ 13ാം പോയിന്റിൽ, അതായത് ആദ്യഘട്ടം എന്ന നിലയിൽ 13 ഇടങ്ങളിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ 13 ഇടങ്ങളിലെ പരിശോധന പൂർത്തിയായാൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി ഒരുപക്ഷെ വാർത്താ സമ്മേളനത്തിൽ ഇത്തരത്തിൽ വ്യക്തമാക്കിയായിരിക്കും. അത് ഒരുപക്ഷെ ബംഗളൂരുവിലായിരിക്കും. DGP ആണ് ഈ സംഘത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ DGPയുടെ നേതൃത്വത്തിലായിരിക്കും ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സൂചിപ്പിച്ച 6ാം പോയിന്റിൽ നിന്നും ലഭിച്ച മനുഷ്യ അസ്ഥികൂടം, അത് ഒന്നിലധികം പേരുടെ അസ്ഥികൂടം ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ടോ? ഇത് എത്ര വർഷത്തെ പഴക്കമുണ്ട്? അത്തരം കാര്യങ്ങൾ അറിയേണ്ട ഫോറൻസിക് പരിശോധനാ ഫലം അത് വളരെ നിർണായകമാണ്. ഒരു പക്ഷേ ആ ഫോറൻസിക് പരിശോധനാ ഫലം അത് ഇന്നോ നാളെയോ ലഭിച്ചേക്കാം. അതും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഏതായാലും ഇനി തുടർ നീക്കങ്ങൾ എന്താണ്, SITയുടെ തുടർ നീക്കങ്ങൾ എന്താണ്, അതാണ് ഉറ്റുനോക്കുന്നത്. ധർമ്മസ്ഥലയിലെ ഈ കൂട്ടക്കൊലപാതക
കൊലപാതക പരമ്പര വെളിപ്പെടുത്തലിൽ ഇനി SIT 14-ാം നമ്പർ എന്ന് പറയുന്ന വളരെ നിർണായകമായ ഒരു ഉന്നത വ്യക്തിയുടെ എസ്റ്റേറ്റിനകത്താണ് ആ പോയിന്റ് വരുന്നത്. അവിടെ മാർക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. പക്ഷേ കോടതിയുടെ ഉത്തരവോടുകൂടി മതി എന്ന ഒരു തീരുമാനമെടുക്കുകയും പിന്നീട് അത് പിൻവാങ്ങുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ നാളെ 13-ാമത്തെ പോയിന്റ് കൂടി പൂർത്തിയാകുന്നതോടുകൂടി ഇനി ഇത്തരത്തിൽ പുതിയ ഇടങ്ങളിൽ അടയാളപ്പെടുത്തുന്ന ഒരു കാര്യം അത് ഇനി SIT പരിഗണിക്കുമോ, അതല്ല ഇത്തരത്തിൽ ഭൂഗർഭ റഡാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ എത്തിച്ച് ഇപ്പോൾ അതേ സ്ഥലങ്ങളിൽ അതെന്തായാലും അറിയേണ്ട കാര്യം തന്നെയാണ്. കാരണം കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്തേണ്ടതാണ്. ഏകദേശം ഈ സമീപ കാലയളവിൽ ഈ 30 വർഷ കാലയളവിൽ ഏകദേശം 450ഓളം പേരുടെ തിരോധാനം ഈ ധർമ്മസ്ഥലയും പരിസര പ്രദേശങ്ങളുമായി ഉണ്ടായതാണ്. 100-ലധികം പേരെ താൻ മൃതദേഹം കുഴിച്ചുമൂടി എന്ന് മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതുമാണ്. പക്ഷെ ഇവിടെ 13 സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ സ്പോട്ട് പോയിന്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് സർക്കാർ ഭൂമിയുണ്ട്, സർക്കാർ ഭൂമിക്കപ്പുറം ഈ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭൂമിയുണ്ട്, മറ്റ് സ്വകാര്യ ഭൂമിയുണ്ട്. അവിടെയൊക്കെ പരിശോധന നടത്തേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെയും ഈ സംഭവമായി തെരച്ചിലുമായി ബന്ധപ്പെട്ട് 3-ാം ദിവസം കണ്ടെത്തിയ അസ്ഥികൂടത്തിനപ്പുറം മറ്റെന്തൊക്കെ കാര്യങ്ങൾ അവിടെ നിന്നോ അല്ലെങ്കിൽ മനുഷ്യാസ്ഥികൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം ഒരു രഹസ്യ സ്വഭാവമാണ് അന്വേഷണ സംഘം കാത്തു സൂക്ഷിക്കുന്നത്. നിർണായകമായിട്ടുള്ള തെളിവുകൾ ഈ സ്ഥലങ്ങളിൽ നിന്നും ലഭ്യമായിട്ടുണ്ടോ? എന്തെങ്കിലും സൂചനകളുണ്ടോ ബൈജു? ടോമെ, നിലവിൽ ഒരു സൂചനയും ഇത്തരത്തിൽ ലഭിക്കുന്നില്ല. നമുക്ക് ആകെ ഉള്ളത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 6-ാം നമ്പർ എന്ന് പറയുന്ന 6-ാം പോയിന്റ് അത് കൃത്യമായി ക്യാമറയിലൂടെ കാണുന്നുണ്ടായിരുന്നു. നേത്രാവതി പുഴയുടെ മറുകരയിൽ നിന്ന് കൃത്യമായി ദൃശ്യങ്ങൾ പകർത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് ആ സംഭവം പുറത്തു വന്നത്. അതും ഇതുവരെ SIT സ്ഥിരീകരിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചുവെന്നോ ലഭിച്ചിട്ടില്ല എന്നോ SIT ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം ഇതിൽ തുടക്കത്തിൽ തന്നെ അത് സൂചിപ്പിച്ചതാണ്, ഇതിൽ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഒരുപാട് തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. അത്രയും ഗൗരവമായ ആരോപണമാണ്. ഇതിന് മറുവശത്ത് ഇരിക്കുന്നത്, അതായത് ഇതിൽ ആരോപണ വിധേയരായിരിക്കുന്നത് ഇവർക്ക് ഉന്നത അധികാരമുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് ഇപ്പോൾ കിട്ടിയ അസ്ഥികൂടം, അതായത് മനുഷ്യന്റെ അസ്ഥികൂടം, അതിന്റെ ഫോറൻസിക് പരിശോധനാ ഫലമൊക്കെ എടുത്ത് കൃത്യമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് SIT ആലോചിക്കുന്നത്. നിലവിൽ SIT തന്നെ ഒരു ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉയർന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഏത് സമയത്തും ഒരു അട്ടിമറി ഉണ്ടായേക്കാം, അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം അവസാനിപ്പിച്ചേക്കാം. അങ്ങനെയൊക്കെ ദുർബസ്ഥലത്ത് നിന്നും അത്തരത്തിലുള്ള ഒക്കെ ഓരോ വിവരങ്ങളും ഓരോ മണിക്കൂറുകളിലും ഓരോ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഈ ഒരു അവ്യക്തത ഉള്ളത്, എന്തുകൊണ്ട് ഈ സംഘം ഈ ശുചീകരണ തൊഴിലാളിയെയും കൊണ്ട് ഈ വനത്തിനകത്തേക്ക് പോയി എന്നതാണ്. ഇനി മറ്റേതെങ്കിലും മാർക്ക് ചെയ്യാത്ത ഇടത്ത് ഇത്തരത്തിൽ കുളിച്ച് പരിശോധിക്കാനാണോ ഈ വനത്തിനകത്ത്? നമുക്കൊരു പ്രവേശനമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്നുള്ള കൃത്യമായ കാര്യങ്ങൾ, ഈ വനത്തിനകത്ത് പോയതുകൊണ്ട് തന്നെ കൃത്യമായ കാര്യങ്ങൾ ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കാത്തത്. അതല്ല 11-ാം പോയിന്റിൽ നിന്നും എന്തെങ്കിലും ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, അതുമായി ഈ വനത്തിനകത്ത് പോയതാണോ? ഏതായാലും വിവരങ്ങളൊന്നും പുറത്തു പോകരുതെന്ന് ഈ 6-ാമത്തെ പോയിന്റിൽ നിന്നും ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നതോടുകൂടി ഇപ്പോൾ SIT കൂടുതൽ ജാഗ്രത പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ചുറ്റും മറകെട്ടി പുറത്തു നിന്നും കാണാൻ കഴിയാത്ത രീതിയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇനിയിപ്പോ ഇന്ന് ഒരു 11:30 കൂടിയാണ് എത്തിയത്. ഇന്ന് 2 പോയിന്റ് പരിശോധിക്കാനാണ് സാധ്യത. ഒരു പക്ഷേ ഈ വനത്തിനകത്ത് നിന്ന് എപ്പോഴാണ് ഇവർ തിരിച്ച് പുറത്തേക്ക് വരുന്നതെന്ന് അറിയില്ല. വന്നാൽ തന്നെ 2 പോയിന്റ്, പിന്നെയും ഒരു പോയിന്റ് 13 വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഏറ്റവും മാർക്ക് ചെയ്തിട്ടുള്ള ആദ്യഘട്ടത്തിലെ ഏറ്റവും അവസാനത്തെ പോയിന്റ് 13 പോയിന്റ്. ആ പോയിന്റിൽ കൂടി പരിശോധന നടത്തി ഒരു പക്ഷേ ഇനി എന്തെങ്കിലും കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം SIT ഇതിൽ ഒരു തീരുമാനമെടുക്കാനാണ് സാധ്യത. നാളെ ഒരു പക്ഷേ ഇത് പൂർത്തിയായതിനു ശേഷം ഒരു കൂടിയാലോചന ഉണ്ടാകും. ടോമെ, ഇതിനിടയിൽ തന്നെ ഒരുപാട് പരാതികൾ പുതുതായി രംഗത്ത് വരുന്നുണ്ട് എന്നാണ്. കുറേ പേർ പരാതിയുമായി രംഗത്ത് വരുന്നുണ്ട്. അതും ഇത്തരത്തിലാണ്, രഹസ്യ സ്വഭാവത്തിലാണ്. പരാതികൾ നൽകുന്നവരുടെ വിവരങ്ങൾ മറ്റും പുറത്തുവിടുന്നില്ല. അങ്ങനെ വെൽത്തങ്ങാടിയിൽ പരാതി വന്നിട്ടുണ്ട്. 20 വയസ്സായ ഒരു പെൺകുട്ടിയെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി വന്നിട്ടുണ്ട്. മറ്റൊരു അസ്വാഭാവിക മരണം, അങ്ങനെ ഒരു മരണത്തിന് പരാതി വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്കറിയുന്നതിന് 1-2 ബൈജു, കാരണം നമുക്കറിയാം ഇവിടെ പരസ്യമായി പരാതിയുമായി രംഗത്തെത്തിയത് അനന്യ ഭട്ടിന്റെയും സൗജന്യയുടെയും കുടുംബം മാത്രമാണ്. അവരിപ്പോഴും നീതി തേടി അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. പക്ഷേ ഇത്രയധികം തിരോധാനങ്ങൾ ഉണ്ടായിട്ടും ഒരു ദുരൂഹ മരണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുമ്പോഴും ആരും എന്തുകൊണ്ട് പരാതി നൽകുന്നില്ല എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. ഒരു പക്ഷേ ഇവിടെ പ്രതിസ്ഥാനത്തുള്ളത് അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്നത് പല ഉന്നതരുമാണ് ഇതിന് പിന്നിൽ, ഈ കേസിന് പിന്നിലുള്ളതെന്നാണ്. ഒരു പക്ഷേ ഭയം കാരണം പലരും പരസ്യമായി രംഗത്തെത്താതിരുന്നതാണോ, അതോ പോലീസിനെ
ഇതിനു മുൻപ് പോലീസിനടുത്ത് പരാതിയുമായി സമീപിച്ചപ്പോൾ അന്ന് പോലീസ് തന്നെ ആ കേസുകൾ അട്ടിമറിച്ച് അല്ലെങ്കിൽ ഈ പരാതിക്കാരെ ഭീഷണിപ്പെടുത്തി. ഇവിടെ നമുക്കറിയാം ഈ സാക്ഷിയെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം പോലും ഉണ്ടായതാണ്. അങ്ങനെയെങ്കിൽ ഈ പരാതിക്കാരെ ഭീഷണിപ്പെടുത്തി ഈ കേസുകൾ അട്ടിമറിക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതാണോ? നിലവിൽ എത്ര ആളുകൾ അല്ലെങ്കിൽ എത്ര കുടുംബങ്ങൾ ഇത്തരം പരാതിയുമായി മിസ്സിംഗ് കേസുകളുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്? ടോമെ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് രണ്ടുമുണ്ട്. അതായത് ഭയവുമുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയാൽ നീതി ലഭിക്കില്ല എന്ന ഒരു ചിന്തയുമുണ്ട്. ഇത് രണ്ടുമാണ് ഇത്തരത്തിൽ പരാതി നൽകാൻ പലരും പിന്നോട്ടടിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അവസ്ഥ. ഈ SITയുടെ അന്വേഷണവും ഒപ്പം നമ്മൾ ഉൾപ്പെടെ പുറത്തു കൊണ്ടുവന്ന പല വാർത്തകളും വലിയ തോതിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് ധൈര്യം പകർന്നു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വരാൻ കൂടുതൽ പേർ എത്തുന്നത്. ടോം, ഒരുപക്ഷെ നമ്മൾ ആദ്യമൊക്കെ സ്പോർട്സ് ന്യൂസിൽ ഇത്തരത്തിൽ ലൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല മേഖലകളിലും കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ധർമ്മസ്ഥലയുടെ ഏത് മുക്കിലും മൂലയിലും പോയി റിപ്പോർട്ട് ചെയ്യാം. ആളുകൾക്ക് എവിടെ വേണമെങ്കിൽ സഞ്ചരിക്കാം. അത്തരത്തിൽ ഭയം കൂടാതെ യാത്ര ചെയ്യാനുള്ള അതല്ലെങ്കിൽ ഒരു പോലീസിന്റെ സാന്നിധ്യവും അതെല്ലാം ഇപ്പോൾ ധർമ്മസ്ഥലയിൽ വന്നിരിക്കുന്നു. ഒരുപക്ഷെ അത് വലിയൊരു മാറ്റമായിരിക്കാം, അതിന്റെ ഒരു തുടക്കമായിരിക്കാം. ഇനി അറിയേണ്ടത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ എത്ര ഉന്നതാധികാരികൾ സ്വാധീനമുള്ള ആളുകളായാലും അവരെ എല്ലാം പുറത്ത് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമാണ്. അത് തന്നെയാണ് SIT കൃത്യമായി അതിന്റെ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് വളരെ സങ്കീർണമായ ഒരു കേസാണ്. 40 വർഷത്തെ മുൻപുള്ള ആ സംഭവമാണ്. അതിന്റെ എല്ലാം തെളിവുകൾ ശേഖരിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ലഭിച്ച ഒരു മനുഷ്യന്റെ അസ്ഥി കൂടെ അത് പുരുഷന്റേതാണെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ഈ അനന്യ ഭട്ടിന്റെ ഒരു മൃതദേഹം ഈ ഭാഗത്ത് സംസ്കരിച്ചിട്ടുണ്ടെന്നാണ് ഈ സാമ്യം ഉദ്ദേശിച്ച് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു മൃതദേഹാവശിഷ്ടം ലഭിക്കുകയാണെങ്കിൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വഴിത്തിരിവാവും. ആ ഒരു കേസ് മതി ഇതിൽ ആരാണോ പ്രതികൾ അവരിലേക്ക് എത്താൻ. അതാണിപ്പോൾ അന്വേഷണ സംഘം ഏറ്റവും കൂടുതൽ, അതായത് 100 മൃതദേഹങ്ങൾ കണ്ടെത്താനല്ല SIT ശ്രമിക്കുന്നത്. ഒരു മൃതദേഹം അത് കൃത്യമായി അതിന് പരാതിയുള്ള DNA പരിശോധന ഫലം മാച്ച് ചെയ്യുന്ന അങ്ങനെയുള്ളൊരു മൃതദേഹം ലഭിച്ചാൽ ഇതിനെല്ലാം ചുരുളഴിയും. ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം പുറത്തു കൊണ്ടുവരാൻ പറ്റും. അത് തന്നെയാണ് SIT ഉദ്ദേശിക്കുന്നത്, ആക്ഷൻ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. ഈ അഭിഭാഷക സംഘം ഈ കേസിന് വേണ്ടി സാക്ഷിക്കൊപ്പം നിൽക്കുന്ന അഭിഭാഷക സംഘവും കാത്തിരിക്കുന്നത്. അതിനാണ് നിർണായക പരിശോധന എന്ന് പറയുന്നത്. ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയത് 8 മുതൽ 12 വരെയുള്ള സ്പോട്ടുകളിൽ ഈ അനന്യ ഭട്ടിന് സാമ്യമുള്ള ഒരു പെൺകുട്ടിയെ ഇവിടെ ഇത്തരത്തിൽ സംസ്കരിച്ചു എന്നാണ്. 8, 9, 10 3 പൂർത്തിയായി. അതിൽ നിന്നും എന്തൊക്കെ ലഭിച്ചു എന്ന കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരണമില്ല. ഓക്കെ, എന്നാലും 11ഉം 12ഉം ഈ 2 സ്പോട്ട് ഇപ്പോൾ പരിശോധന നടത്തുന്ന ആ സ്പോട്ട് വളരെ പ്രധാനമാണ്. പക്ഷേ 11ൽ പരിശോധന പകുതിയായിരിക്കുന്നു. എല്ലാ സംഘാംഗങ്ങളും കാട്ടിലേക്ക് മരത്തിന്റെ അകത്തേക്ക് കയറിയിരിക്കുന്നു. അതാണിപ്പോൾ ഏറ്റവും സംശയം വരുത്തുന്നത്. ഇനി എന്തെങ്കിലും വസ്തുക്കൾ 11ൽ നിന്നും ലഭിച്ചോ, അത് പുറത്തറിയാതിരിക്കാൻ മരത്തിനകത്ത് കൊണ്ടുപോയി മറ്റു പരിശോധന നടത്തും, അതൊന്നും നമുക്കറിയില്ല. അതല്ല പുതിയൊരു സ്പോട്ട് ശുചീകരണ തൊഴിലാളി എന്തെങ്കിലും സംശയം, അതായത് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന ഏത് സ്ഥലമായാലും അവിടെ കുഴിച്ച് പരിശോധിക്കും എന്നാണ് SIT പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു സംശയത്തിനിട വന്ന് 11ൽ നിന്നും അങ്ങനെ ഒരു സ്ഥലത്ത് പരിശോധന നടത്താറില്ല. ഏതായാലും അത് വളരെ പെട്ടെന്ന് വൈകാതെ തന്നെ നമുക്ക് അത്തരം വിവരങ്ങൾ പങ്കുവെക്കാനാകും. നിലവിൽ നമുക്ക് ഇതിൽ നിന്നും ഒരു വിവരവും ലഭിക്കുന്നില്ല. അവിടെ ആയുധധാരികളെ പോലീസിന്റെ കാവലുണ്ട്, മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ അതിനകത്ത് കടത്തിവിടുന്നില്ല എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗികമായി അറിയണമെങ്കിൽ ഇതിനൊരു വാർത്താ സമ്മേളനമോ SITയുടെ ഭാഗത്ത് തന്നെ പുറത്ത് ഈ കാര്യം പറയേണ്ടി വരും. നിലവിൽ 11ഉം 12ഉം വളരെ നിർണായകമാണ്. ഇത് രണ്ടിലും ഏതെങ്കിലും ഇത്തരത്തിലൊരു പെൺകുട്ടിയുടെ അനന്യ ഭട്ടിന് സാമ്യമുള്ള ഒരു നിർണായകമായിട്ടുള്ള നീക്കങ്ങളാണ് ധർമ്മസ്ഥലയിൽ ഇപ്പോൾ ഉണ്ടാകുന്നത്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നൽകണമെന്ന കൊല്ലപ്പെട്ട യമൻ പൗരന്റെ സഹോദരന്റെ ആവശ്യം ശിക്ഷാ ഇളവ് നൽകുന്നതിനെ ബാധിക്കില്ലെന്ന് മധ്യസ്ഥ ചർച്ച നടത്തുന്നവർ. വധശിക്ഷയുടെ പുതുക്കിയ തീയതി അറിയിക്കണമെന്നാവശ്യപ്പെട്ട് തലാലിന്റെ സഹോദരൻ അബ്ദുൽ മഹ്ദി യമൻ കോടതിക്ക് കത്തയച്ച സാഹചര്യത്തിലാണ് ഈ വിശദീകരണം. മോചനത്തിനുള്ള ശ്രമങ്ങളാണ് കാന്തപുരം മുൻകൈയെടുത്തുള്ള ചർച്ചയിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് യമനിലുള്ള ജവാദ് മുസ്തഫാവി ന്യൂസ് 18നോട് പറഞ്ഞു. ഏതാനും ദിവസം മുമ്പാണ് കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ട ഓഫീസ് വധശിക്ഷ റദ്ദാക്കിയതായിട്ട് നമ്മെ അറിയിച്ചത്. അത് ശരിവെക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ മറ്റു ചില ഭാഗത്തു നിന്നുകൂടി നമ്മൾ കേട്ടിരുന്നു. ഇപ്പൊ ഈ സഹോദരന്റെ അപേക്ഷകളൊക്കെ നമ്മളോട് വിളിച്ചോതുന്നത് വധശിക്ഷ റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുത കൂടിയാണ്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പലതവണ ഉസ്താദുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വിശദീകരിച്ചതാണ്
ഈ കുടുംബം എന്ന് പറയുന്നത് കേവലം ഈ ഒരു സഹോദരനല്ല. സഹോദരൻ ഈ കുടുംബത്തിൽ മാപ്പ് കൊടുക്കാൻ ഇസ്ലാമിക ശരിയാ ലോ പ്രകാരം അർഹതപ്പെട്ട ആളുമല്ല. അത്തരം ആളുകൾ വേറെയുണ്ട്. വലിയ യുദ്ധം എന്നാണ് അതിന് ശരിയ ടെർമിനോളജി ആയിട്ട് പറയാം. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനീഷ്, ഈ തലാലിൻ്റെ സഹോദരൻ കോടതിക്ക് ഇത്തരം ഒരു നിമിഷപ്രിയയുടെ വധശിക്ഷ എന്ന് നടപ്പാക്കുമെന്ന ചോദ്യം ഉന്നയിച്ച് ഈ കത്തയച്ച പശ്ചാത്തലത്തിൽ ആദ്യഘട്ടത്തിൽ ചില ആശങ്കകൾ ഉയർന്നതാണ്. കാരണം കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ അനുനയ ചർച്ചയ്ക്ക്, മധ്യസ്ഥ ചർച്ചയ്ക്ക് കുടുംബം സഹകരിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു തോന്നലുകൾ വന്നതാണ്. പക്ഷേ ഇത് കാന്തപുരവുമായി ബന്ധപ്പെട്ടുള്ളവരും അതോടൊപ്പം യമനിലുള്ള ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നവരും ഇക്കാര്യം പൂർണ്ണമായും തള്ളുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിലവിൽ എന്താണ് ഈ മധ്യസ്ഥ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്? ടോം, ഈ കേസിൻ്റെ ആദ്യഘട്ടം മുതൽ അങ്ങേയറ്റം വൈകാരികമായാണ് മരിച്ച തലാലിൻ്റെ സഹോദരൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അദ്ദേഹം പലവട്ടം വധശിക്ഷ നടപ്പാക്കപ്പെടും എന്നൊക്കെയുള്ള രീതിയിൽ പരാമർശങ്ങൾ നടന്നിരുന്നു. നേരത്തെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കുറിപ്പുകളിട്ട് തുടങ്ങുമ്പോൾ തന്നെ വധശിക്ഷ ഉടൻ നടപ്പാക്കും, അതിൻ്റെ ഉത്തരവ് ഇറങ്ങും എന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ നടന്നേക്കും ഉടൻ ഒക്കെയുള്ള രീതിയിൽ ഇട്ടിരുന്നു. ആ സമയത്താണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇക്കാര്യത്തിൽ ഇടപെടുകയും ഈ വധശിക്ഷ മാറ്റിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്ത് ആ വിവരം കാന്തപുരത്തിൻ്റെ ഓഫീസ് പുറത്തുവിട്ടപ്പോഴും ഈ തലാലിൻ്റെ സഹോദരൻ പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടില്ല, വധശിക്ഷ മാറ്റിവെക്കാനുള്ള യാതൊരു തീരുമാനവും കോടതിയിൽ നിന്ന് എത്തിയിട്ടില്ല എന്നാണ്. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഈ വധശിക്ഷ മാറ്റി എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള, അല്ലെങ്കിൽ താൽക്കാലികമായി മരവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള കോടതി ഉത്തരവ് ഇറങ്ങുകയും അതിൻ്റെ പകർപ്പ് മറ്റുമൊക്കെ നമുക്കടക്കം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ ഘട്ടത്തിലും ഈ കേസിൽ വൈകാരികമായി തന്നെയാണ് സഹോദരൻ ഇടപെടുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളുടെ ഒരു തുടർച്ച എന്ന് വേണം നമുക്ക് ഈ കോടതിയിൽ കഴിഞ്ഞ ദിവസം ഒരു അപേക്ഷ നൽകിയതിനെ കാണാൻ കഴിയുകയുള്ളൂ. കാരണം ഈ വധശിക്ഷ നടപ്പിലാക്കുന്നത് താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുന്നു. അങ്ങനെ നടപ്പാക്കാതെ വരുമ്പോൾ ഇരയുടെ കുടുംബത്തിന് നീതി ലഭിക്കുന്ന സാഹചര്യമില്ല. അതുകൊണ്ട് ഏറ്റവും അടുത്ത് തന്നെ ഒരു തീയതി ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ച് ഈ ശിക്ഷ നടപ്പിലാക്കണമെന്നാണ്. അതാണ് കുടുംബത്തിൻ്റെ വികാരം എന്നും അദ്ദേഹം ഈ കത്തിൽ പറയുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും ഇത് ശരിയല്ല എന്നാണ് നമുക്ക് ഈ യമനിൽ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നവരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കുടുംബത്തിൻ്റെ നിര്യാതനം സ്വീകരിച്ച് മോചനം നൽകാനായി പറയേണ്ട പ്രധാനപ്പെട്ട ആൾ സഹോദരനല്ല, കുടുംബത്തിലെ മറ്റ് മുതിർന്ന ആളുകളുണ്ട്, ഈ ഗോത്രവർഗത്തിൻ്റെ തലവന്മാരുണ്ട്. അങ്ങനെ ഒരു കൂട്ടം ആളുകളാണ് ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പറയേണ്ടത്. എന്തായാലും അവരൊക്കെ ഇതിനകം തന്നെ കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കോടതി ഉത്തരവിൽ തന്നെ നമുക്ക് പ്രകടമായിരുന്നു താനും. അത്തരമൊരു നിലപാട് വ്യക്തമാക്കലിൻ്റെ അടിസ്ഥാനത്തിലാണ് വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങുകയും ഇനി വധശിക്ഷയെ നടക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് ഈ മധ്യസ്ഥർ ഇക്കാര്യത്തിൽ ഇടപെടുന്ന സൂഫി പണ്ഡിതർ അടക്കമുള്ള ആളുകൾ കോടതിയിൽ നിന്ന് ലഭിച്ച വിവരം എന്ന രീതിയിൽ കാന്തപുരത്തിൻ്റെ ഓഫീസിനെയൊക്കെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്തരമൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല, അങ്ങനെ ഒരു ആശങ്ക ഇനി തൽക്കാലം വേണ്ടതില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും കാന്തപുരത്തിൻ്റെ ഓഫീസ് പറയുന്നത്. മറിച്ച് വൈകാരികമായ ഒരു ഇടപെടലാണ് സഹോദരൻ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ കുറ്റം പറയാനും പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പ് മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അങ്ങനെ പെട്ടെന്ന് മോചനം നൽകാൻ അല്ലെങ്കിൽ മാപ്പ് നൽകാൻ കഴിയാത്തൊരു മാനസികാവസ്ഥ അദ്ദേഹത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്തായാലും ആ ഒരു കാര്യത്തെപ്പറ്റി ഇപ്പോൾ ചർച്ചകൾ ഇനി അനിവാര്യമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനിശ്ചിതത്വം എന്ന കാര്യം ഇക്കാര്യത്തിലില്ല. മറിച്ച് രണ്ട് കാര്യത്തെക്കുറിച്ചാണ്. ഒന്ന്, എന്ത് ശിക്ഷയാണ് ഒരുപക്ഷെ ഈ കോടതി ഈ ദിയാദനമൊക്കെ ഇതിൻ്റെ കാര്യത്തിലൊക്കെ വ്യക്തമായില്ലെങ്കിൽ എന്ത് ശിക്ഷ കോടതി നൽകണം എന്നതിനെക്കുറിച്ചാണ്. ഒരുപക്ഷെ ജീവപര്യന്തം, തടവ് ശിക്ഷ അടക്കമുള്ള പല രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. മറ്റൊന്ന്, ദിയാദനം സ്വീകരിക്കുന്ന നിലപാടിലേക്ക് കുടുംബം എത്തിക്കഴിഞ്ഞാൽ മോചനം സാധ്യമാവും. അങ്ങനെയെങ്കിൽ മോചനം സാധ്യമാകുമോ എന്നത് സംബന്ധിച്ച ചർച്ചകളുമാണ് നടക്കുന്നത്. നേരത്തെ കാന്തപുരം തന്നെ ആവശ്യപ്പെട്ടിരുന്നു, ഈ കേന്ദ്ര സർക്കാരിൻ്റെ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ ഈ മോചനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത് നയതന്ത്ര ചാനലിൽ കൂടി കൊണ്ടുവരാൻ കഴിയും. അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അവിടെ ഇടപെടുന്നതിൽ ഈ ഒരു മതപുരോഹിതർക്കും മറ്റുമൊക്കെ പരിമിതികളുണ്ട്. അങ്ങനെ ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ? പ്രത്യേകിച്ച് യമനുമായി അത്തരമൊരു നയതന്ത്ര ഇടപെടലുകൾ അത്ര എളുപ്പമുള്ള കാര്യമല്ലാത്തത് തന്നെയാണെന്നാണ് നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ. പക്ഷേ എങ്കിൽ പോലും ഈ കാന്തപുരത്തിൻ്റെ ഇടപെടൽ ഒരു വശത്തുള്ളത് കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഈ കേസുമായി ബന്ധപ്പെട്ട്, നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടലുകൾ എങ്ങനെയാണ് അനീഷ?
ടോം, ആഭ്യന്തര കലാപങ്ങളാൽ കലുഷിതമായ ഒരു രാജ്യമാണ് യമൻ. അവിടെയുമായി ഇന്ത്യക്ക് ഇപ്പോൾ നേരിട്ട് എംബസി അല്ലെങ്കിൽ സനയിൽ ഈ എംബസി തുറക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. റിയാദിലെ എംബസിയിൽ നിന്നുകൊണ്ടാണ് സനയിലെ കാര്യങ്ങൾ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഏകോപിപ്പിക്കുന്നത്. അതുകൊണ്ട് നയതന്ത്ര ഉദ്യോഗസ്ഥരെ അവിടേക്ക് അയച്ച് നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്താൻ കഴിയുന്ന ഒരു സുരക്ഷാ സാഹചര്യം അവിടെ ഇല്ല എന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ആക്ഷൻ കൗൺസിൽ നേരത്തെ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടപ്പോൾ കോടതി പറഞ്ഞത് ഒരു പ്രത്യേക പ്രതിനിധി സംഘത്തെ അയക്കുന്നത് വേണമെങ്കിൽ അക്കാര്യം കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും കേന്ദ്രം അക്കാര്യത്തിൽ നിലപാട് പറയട്ടെ എന്നുമാണ്. ആക്ഷൻ കൗൺസിലിലെ 2 ആളുകൾ, കാന്തപുരത്തിൻ്റെ 2 പ്രതിനിധികൾ, ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ 2 ഉദ്യോഗസ്ഥർ എന്നിങ്ങനെയുള്ള ഒരു നിർദ്ദേശമായിരുന്നു നൽകിയത്. പക്ഷേ കേന്ദ്രം അതിന് മറുപടി നൽകിയിരിക്കുന്നു. അവിടെ സാഹചര്യങ്ങൾ അങ്ങേയറ്റം പ്രതിസന്ധി നിറഞ്ഞതാണ്. ഈ അയക്കുന്ന പ്രതിനിധി സംഘത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നിമിഷയുടെ കുടുംബവും ഈ തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആ വഴിക്ക് തന്നെ നീങ്ങട്ടെ, ആ വഴിക്ക് അപ്പുറം മറ്റൊരു പോംവഴി തൽക്കാലം ഇല്ല എന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയത്. അതുതന്നെയാണ് ഈ സൂഫി പണ്ഡിതർ അടക്കമുള്ള ആളുകളുടെ ഇടപെടൽ, മറ്റ് കാന്തപുരവുമായി ബന്ധപ്പെട്ട ആധ്യാത്മിക നേതാക്കളുടെയൊക്കെ ഇടപെടൽ, അത് കുടുംബങ്ങൾ തമ്മിലുള്ളൊരു ഇടപെടലായി തന്നെ കണക്ക് കൂട്ടാൻ കഴിയും. ആ ഒരു ഇടപെടലിനെ തുടർന്നാണ് ഈ വധശിക്ഷ അത്ഭുതകരമായി മാറ്റപ്പെടുകയും വധശിക്ഷ ഒഴിവാക്കപ്പെടുക തന്നെ ചെയ്തു എന്ന ഒരു പോസിറ്റീവ് വിവരം നേരത്തെ പങ്കുവെക്കാൻ കഴിഞ്ഞത്. എന്തായാലും അത്തരം രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇപ്പോഴും മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ചില പുറത്തുനിന്നുള്ള പ്രചാരണങ്ങൾ, ഈ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട ചില ഭിന്നതകൾ, കേരളത്തിൽ നടക്കുന്ന പ്രചാരണങ്ങളെക്കുറിച്ചുള്ള ചില വിവരങ്ങളൊക്കെ ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് ചെറിയൊരു വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഗതിവേഗം കുറയ്ക്കുന്നുണ്ട് എന്നൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഈ തലാലിൻ്റെ സഹോദരൻ്റെ കത്ത് ഈ ശിക്ഷാ നടപടികളെ വേഗത്തിലാവുകയോ അല്ലെങ്കിൽ വധശിക്ഷ എന്ന ആവശ്യം വീണ്ടും ഉയർന്നു വരികയോ കോടതി അതിനൊരു അനുമതി നൽകുകയോ ചെയ്യില്ലെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ കേട്ടോ. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള മധ്യസ്ഥ ചർച്ചകൾ യമനിൽ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്ത് സർക്കാർ ഓഫീസിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മലയാള മനോരമ പ്രാദേശിക ലേഖകൻ ആനാട് ശശിയാണ് മരിച്ചത്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച 1.5 കോടിയിലേറെ രൂപ തിരിച്ചു കിട്ടാത്തതിലെ മനോവിഷമമാണ് മരണകാരണമെന്നാണ് സൂചന. വെള്ളയാമ്പലത്തിന് സമീപം കനകനഗറിലെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രിയോടെ ശശിയെ കാണാതായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കനകനഗറിലെ റീസർവേ ഓഫീസിന്റെ ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ ഈ വരുമാനെല്ലാം കൂടി ചേർത്തുകൊണ്ട കുറച്ച് തുക മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചു. അവിടെ ഉണ്ടായ ചില സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിൽ ആ പണം അദ്ദേഹത്തിന് സമയത്ത് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. ആ സംഘത്തിന്റെ പ്രസിഡന്റായിരുന്ന ശ്രീ മോഹനൻ ആത്മഹത്യ ചെയ്തു. അതുമായി മാനസികമായി അദ്ദേഹം അല്ലെങ്കിൽ കുറച്ചു കാലമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ, അദ്ദേഹം പ്രയാസങ്ങളുണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുഴുവൻ ഒരു വ്രണം പോലെ വരികയും പിന്നെ അതുപോലെ ചെവി സംബന്ധമായ ENT പ്രശ്നമുണ്ടായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈ അടുത്ത ദിവസവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി ചികിത്സ നടത്തി വരികയുണ്ടായ ശാരീരിക അസ്വസ്ഥതകൾ അദ്ദേഹത്തെ വേട്ടയാടി. ആ ശാരീരിക അസ്വസ്ഥതകളാണ് അദ്ദേഹത്തെ അവസാനം ഈ മരണത്തിലേക്ക് നയിച്ചത്. മുണ്ടല സഹകരണ സംഘത്തിലെ ക്രമക്കേടുകളിൽ സഹകരണ വകുപ്പിന്റെ അന്വേഷണം തുടരുകയാണ്. സംഘം പ്രസിഡന്റ് മുണ്ടല മോഹൻ നായരും നേരത്തെ ആത്മഹത്യ ചെയ്തിരുന്നു. വിവരങ്ങളുമായി BV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഈ സഹകരണ ബാങ്കുകളുടെ തട്ടിപ്പിനെ തുടർന്ന്, സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് പണം നഷ്ടപ്പെട്ട നിരവധി നിക്ഷേപകർ ജീവനൊടുക്കുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ ഈ ബാങ്കുകളുടെ ജപ്തിയെ തുടർന്ന് പലരും ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മൾ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു മാധ്യമപ്രവർത്തകന് ഇത്രയൊരു ദുർഗതി ഉണ്ടായിരിക്കുന്നു. എന്താണ് ആത്മഹത്യയുടെ കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ടോം, മലയാള മനോരമയുടെ നെടുമങ്ങാട് ലേഖകനായി പതിറ്റാണ്ടുകളായി ജോലി ചെയ്യുന്ന ആളാണ് മോഹനൻ. അദ്ദേഹം കോൺഗ്രസിൻ്റെ ആദ്യകാല പ്രവർത്തകരിൽ കൂടിയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്തുമൊക്കെ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്ത് സജീവ പ്രവർത്തകനായിരുന്നു. കോൺഗ്രസ് ഭരണസമിതി നേതൃത്വം നൽകുന്ന ബാങ്കിലാണ്, മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് സഹകരണ സംഘത്തിലാണ് ഇദ്ദേഹം പണം നിക്ഷേപിച്ചത്. ഇദ്ദേഹം മാത്രമല്ല, നിരവധി ആളുകൾക്ക് അവിടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായിരുന്നു. സാധാരണക്കാർ മുതൽ വലിയ രീതിയിൽ സാമ്പത്തികമുള്ള ആളുകൾ വരെ അവിടെ പണം നിക്ഷേപിച്ച് വെട്ടിലായിട്ടുണ്ട്. 1,67,00,000 രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ നിക്ഷേപമായി അവിടെ ഉള്ളത്. നേരത്തെ ഈ ബാങ്കിൻ്റെ മാനേജർ
മുണ്ടേല മോഹനൻ നായരും ഇതുപോലെ ആത്മഹത്യ ചെയ്തിരുന്നു. ഈ കടം കയറി ആളുകൾ ബാങ്കിൽ വന്ന് ബഹളമുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹവും ആത്മഹത്യ ചെയ്തിരുന്നു. ഇദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട വലിയ മാനസിക സംഘർഷത്തിലായിരുന്നു. ഇതിനിടെ ശശിക്ക് നെടുമങ്ങാട് ഇദ്ദേഹത്തിന് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വന്നതോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മാനസിക നില ഇത്തരത്തിലൊരു മരണത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിവിട്ടതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇന്നലെ രാത്രി വൈകിയും ഇദ്ദേഹത്തെ ഭാര്യയും മറ്റും വീട്ടിൽ കണ്ടിരുന്നു. ഇദ്ദേഹത്തിന് വെള്ളയമ്പലം കനകനഗറിലൊരു വീടുണ്ട്. പക്ഷേ അവിടെ ഇന്നലെ രാത്രി അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ കാണാതായി. വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നടന്ന തിരച്ചിലാണ്. വീടിന് സമീപത്ത് തന്നെയുള്ള റീസർവേ വകുപ്പിൻ്റെ ഓഫീസിൻ്റെ ഷെഡിൽ, ഓഫീസിന് മുൻവശം തന്നെ ഒരു ഷെഡുണ്ട്. അവിടെ ഇദ്ദേഹത്തെ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തുകയായിരുന്നു. മ്യൂസിയം പോലീസ് അന്വേഷണം ആരംഭിച്ച് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മാറ്റിയിട്ടുണ്ട്. പാലോട് രവി അടക്കമുള്ള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രധാന നേതാക്കളൊക്കെ സ്ഥലത്തെത്തിയത്. അവർക്കെല്ലാം ഈ കാര്യം അറിയാമായിരുന്നു. ഇദ്ദേഹത്തിന് ഇത്രയധികം പണം നഷ്ടമായതിൽ വലിയ മനോവിഷമം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. നിരവധി ആളുകൾ ഇത്തരത്തിൽ അവിടെ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ ക്രമക്കേടാണ് ആ ബാങ്കിൽ നടന്നത്. നമ്മൾ ഈ ബാങ്കിൻ്റെ മരിച്ചുപോയ ആത്മഹത്യ ചെയ്ത പ്രസിഡന്റിനെ നേരത്തെ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കാണുമ്പോൾ അദ്ദേഹവും പറഞ്ഞത് പലരും പറ്റിച്ചതാണ്, തന്നെയും പറ്റിച്ചതാണ്. അതിൽ ഇന്ന് CPM നേതാക്കളൊക്കെ ആരോപിക്കും പോലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇവിടെ നിന്ന് പണം തട്ടിയെടുത്തുന്ന പരാതിയുമൊക്കെ CPM നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. വലിയ സമരങ്ങൾ ഈ ബാങ്കിൽ നടന്നതാണ്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ മരണവും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്ന വസ്തുതയാണ്. അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഈ മരണത്തേക്ക് തള്ളിവിട്ടത് ഈ കടുത്ത മാനസിക സംഘർഷമാണ്. അതുണ്ടാക്കിയത് ഇത്രയധികം തുക അവിടെ. തീർച്ചയായും ആരാണ് ഉത്തരവാദി? ഇദ്ദേഹത്തെ പോലെ ഈ ആനാട് ശശിയെ പോലെയുള്ള ആളുകളെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ആരാണ് ഉത്തരവാദി എന്ന് കണ്ടെത്തണം. പ്രത്യേകിച്ചും പല കോൺഗ്രസ് നേതാക്കളും പ്രാദേശിക നേതാക്കളടക്കം ഇവിടെ നിന്നും പണം പല രീതിയിൽ തട്ടിയെടുത്തിട്ടുണ്ട്, വായ്പയായും മറ്റും തട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരുപക്ഷേ ഇതിൻ്റെ ആരോപണങ്ങളൊക്കെ നേരിടേണ്ടി വന്നത് ബാങ്കിൻ്റെ പ്രസിഡന്റിനായിരുന്നു. അദ്ദേഹവും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. നിലവിൽ ഇതിൻ്റെ അന്വേഷണം, ഈ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഇടപെടലുകൾ, നടപടികൾ ഉണ്ടാകുമോ? അതല്ലെങ്കിൽ ഇനിയും ഇതുപോലെ ഈ ആനാട് ശശിയെപ്പോലുള്ള ആളുകൾക്ക് സംഭവിച്ചതുപോലുള്ള ദുരന്തങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടില്ലേ? തീർച്ചയായിട്ടും സഹകരണ വകുപ്പിൻ്റെ അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. അത് പൂർത്തിയായിട്ടില്ല. ബാങ്കിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് തന്നെ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം 10,000 രൂപ അദ്ദേഹത്തിന് അവിടെ തൻ്റെ പണം തിരികെ ചോദിക്കാൻ ചെല്ലുമ്പോൾ 10,000 രൂപ മാത്രമാണ് അദ്ദേഹം നൽകിയത്. നിരവധി ആളുകൾക്ക് തങ്ങളുടെ പെൻഷൻ ആയ ആളുകൾ പെൻഷൻ പൈസ നിക്ഷേപിച്ചവരുണ്ട്. മറ്റ് സ്ഥലവും മറ്റും വിറ്റ്, ഭൂമി മറ്റും വിറ്റ് നിക്ഷേപിച്ചവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട്. പലരും നമ്മൾ ഒരു തവണ ബാങ്കിൽ പോകുമ്പോൾ മകളുടെ കല്യാണം നടത്താൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മളവിടെ കണ്ടതാണ്. അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. അവർക്കൊന്നും ഇതുവരെയും ആ രീതിയിൽ പണം തിരികെ ലഭിക്കാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സഹകരണ വകുപ്പും ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. കോൺഗ്രസിൻ്റെ ഭരണസമിതി അതുകൊണ്ട് തന്നെ അത്തരമൊരു രാഷ്ട്രീയ ആരോപണമാണ് CPM കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്നത്. അതിനപ്പുറത്തേക്ക് ആരും ഒരു കാര്യമായ ഇടപെടൽ അവിടെ നടത്തിയിട്ടില്ല. കോൺഗ്രസ് ആകട്ടെ എല്ലാം കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ്. ഇന്ന് നമ്മോട് സംസാരിക്കുമ്പോൾ പാലോട് രവി മുൻ DCC അധ്യക്ഷൻ ഉൾപ്പെടെ പറഞ്ഞത് എല്ലാം ശരിയാണ്, അവിടെ വലിയ വീഴ്ചയുണ്ടായി, പക്ഷേ എന്ത് ചെയ്യുമെന്ന കാര്യത്തിൽ അവർക്കും ഒരു വ്യക്തതയില്ല. അങ്ങനെ മൊത്തത്തിൽ സംസ്ഥാനത്തെ പല സഹകരണ സ്ഥാപനങ്ങളിലുമുള്ള ദുരവസ്ഥ, അത് ക്രമക്കേടുകൾ തന്നെയാണ് ഇതിലേക്ക് എത്തിക്കുന്നത്. ആ ക്രമക്കേട് തന്നെയാണ്, അല്ലെങ്കിൽ മിസ്മാനേജ്മെൻറ്റ് തന്നെയാണ് ഈ മുണ്ടേല സഹകരണ സംഘത്തെയും ഈ രീതിയിൽ എത്തിച്ചത്. അതിൻ്റെ ഒരു ഇര കൂടിയാകുന്നു. അത് അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തനായി കൂടി മാധ്യമപ്രവർത്തനം കൂടിയായിരുന്നു എന്നുള്ളത് കൂടുതൽ ദുഃഖമുണ്ടാക്കുന്നു. അതിൻ്റെ ഒടുവിലത്തെ ഇരയാണ് ആനാട് ശശി എന്ന മാധ്യമപ്രവർത്തകനും അവിടുത്തെ ഒരു ബാങ്കിൽ നിക്ഷേപിച്ച 1.5 കോടി രൂപയിലധികം തുക തിരികെ ലഭിക്കാത്തതിൻ്റെ മനോവിഷമത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് സംശയം. മലപ്പുറം വളാഞ്ചേരിയിൽ +2 വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. ഇരുമ്പളിയം GSSലെ +2 വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. 10ഓളം വരുന്ന സഹപാഠികളാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് പരാതി. രാത്രി ഒരു 11 മണി 11 കാലിൻ്റെ ഇടയിൽ എനിക്ക് കോൾ ചെയ്തു, എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ചെക്കന്മാരാണ്. അപ്പോൾ ഞാൻ സൺഗ്ലാസ് കൊടുത്തിരുന്നു. അപ്പോൾ അത് തരാനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗേറ്റിൻ്റെ അവിടെ ഉണ്ട് പറഞ്ഞു. അങ്ങോട്ട് പോയപ്പോൾ വണ്ടിയുടെ അവിടെയാണ്, അവിടെ ചെക്കന്മാരൊക്കെ ഉണ്ട്, അവിടേക്ക് പോകാറുണ്ട്. അവിടെ പോയപ്പോൾ ഓല് വടിയും ഇതൊക്കെ പിടിച്ചിട്ടൊരു 10ഓളം ആൾക്കാർ അവിടെ നിൽക്കണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു സംസാരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് വടി കൊണ്ട് തലക്കടിച്ചു. അത് കഴിഞ്ഞിട്ട് മുന്നൊന്നും ഇവിടെ നിൽക്കാം, ഞാൻ മുഖമൊക്കെ പൊത്തി പിടിച്ചപ്പോൾ കൈ രണ്ടും പിടിച്ച് വെച്ചിട്ട് എന്നെ അടിച്ചു.
ഇത് കഴിഞ്ഞ കൊല്ലത്തെ എന്തോ ഒരു ചെറിയ ഈഗോ പ്രശ്നം തോറ്റിയാണ്. അത് പിന്നെ ഇങ്ങനെ വലിയതായതാണ്. ഒരു 10-12 പേരുണ്ടായിരുന്നു. അടുത്ത വീട്ടിൽ ലൈറ്റ് കണ്ടപ്പോൾ അവർ പോയി. അതായത് ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് പിന്നെ അവൻ്റെ സ്കൂളിൽ കൂടെ പഠിക്കുന്ന +2 വിദ്യാർത്ഥികൾ തന്നെയാണ്, വേറെ ക്ലാസ്സാണ്. അവർ അറിയുന്ന ആളുകൾ തന്നെ. അവർ വന്നിട്ട് അവന് ഒരു സൺഗ്ലാസ് കൊണ്ടുപോയിരുന്നു. അത് തിരിച്ചു കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചു കൊണ്ടുപോയി, വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയി ഇറക്കിയിട്ട് പിന്നെ അടിക്കാനുണ്ടായിട്ട്. ഞങ്ങളറിയില്ല അവന് അങ്ങോട്ട് പോയത്. അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അകത്തോട്ട് പോയി. അപ്പോൾ ആ സമയത്ത് അവന് വിളിച്ചുകൊണ്ടുപോയി അങ്ങനെ മർദ്ദിക്കാനുണ്ടായത്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് വലിയൊരു കാരണമൊന്നുമില്ല. ചെറിയ എന്തോ ഒരു ഗോസിപ്പ് പറഞ്ഞു ക്ലാസ്സിൽ, അവിടെ സ്കൂളിൽ വെച്ചിട്ട്. അതാണ് ചെറിയ കാരണം, അതാണ് പറഞ്ഞത്. ഈ അടിച്ച കുട്ടികൾ തന്നെ എൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അത് പറയണ്ടായി. വളാഞ്ചേരി പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, എന്താണ് സംഭവിച്ചത്? ടോം, നമ്മൾ മുൻപൊക്കെ കണ്ടിരുന്നത് പോലെ തന്നെ ഈ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കുട്ടികൾ തമ്മിലുണ്ടാകുന്ന വാക്ക് തർക്കം അത് സംഘർഷത്തിലേക്ക് മാറുകയും കയ്യാങ്കളിയിലേക്ക് മാറുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇന്നലത്തെ സംഭവം എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻപ് കഴിഞ്ഞ വർഷം ഈ കുട്ടിയും ഇപ്പോൾ ആക്രമിച്ച സംഘത്തിലുള്ള കുട്ടികളും തമ്മിൽ ചെറിയ തർക്കങ്ങളുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടായ ചില ഗോസിപ്പുകളും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളായിരുന്നു. അതെല്ലാം തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ വീണ്ടും സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ വരികയും ഈ കുട്ടിയെ രാത്രി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി സ്കൂൾ കുട്ടികളും അവർക്കൊപ്പം പുറമേ നിന്നുള്ളവരും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. ആ കുട്ടിയുടെ തലയ്ക്ക് പരിക്കേറ്റു, കണ്ണിന് പരിക്കേറ്റു. ആക്രമം വലിയ തോതിൽ തന്നെ കുട്ടിക്ക് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഈ സൺഗ്ലാസ് തരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിപ്പിച്ചാണ് ഈ കുട്ടിയെ മർദ്ദിച്ചത് എന്നാണ് ഇവർ പറയുന്നത്, കുട്ടിയെ വിളിച്ചതാവും പറയുന്നത്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള പോലീസിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. +2-ന് ഒപ്പം പഠിക്കുന്ന കുട്ടികൾക്കൊപ്പം പുറമേ നിന്നുള്ളവർ കൂടി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പ്രാഥമികമായിട്ട് നൽകുന്ന സൂചന. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഈ ഹയർ സെക്കൻഡറി ജനുവരി മാർച്ച് സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ ക്ലാസ്സുകളിലെ സംഘർഷങ്ങൾ കണ്ടിട്ടുള്ളത്. ഫെയർവെല്ലിൻ്റെ സമയത്തൊക്കെ സമാനമായ രീതിയിൽ തന്നെയാണ് ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ വർഷത്തെ ആ ഒരു തർക്കത്തിൻ്റെ ബാക്കി അത് ഇത്തവണ ഈ കുട്ടികൾ വീണ്ടും അത് തീർക്കുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അതാണെങ്കിലും ഒരു ഇടവേളയ്ക്ക് ശേഷം മലപ്പുറത്തെ സ്കൂളുകളിൽ കുട്ടികളുടെ കയ്യാങ്കളി അത് മറ്റൊരു തരത്തിലേക്ക് വാർത്തയാവുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് പുറത്തുവച്ചായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അക്രമത്തിനും കയ്യേറ്റം ചെയ്യുന്നതിനൊക്കെയുള്ള വകുപ്പുകളായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. കുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ടോം. വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഇത്തരം കുട്ടിക്കളികൾ കൈവിട്ടു പോകുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ ഇത് മുളയിലെ നുള്ളിയില്ലെങ്കിൽ ഈ പിള്ളേർക്കെതിരെ, ഈ കുട്ടികൾക്കെതിരെ അടുത്ത നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഒരുപക്ഷേ ഈ +2 ഒക്കെ കഴിഞ്ഞവർ വലിയ ഉയർന്ന കോളേജുകളിലേക്കൊക്കെ പോകുമ്പോൾ ഇതിലും വലിയ അല്ലെങ്കിൽ ഗുണ്ടാ സംഘത്തിലേക്ക് അല്ലെങ്കിൽ ക്രിമിനൽ ഒരു വാസനയിലേക്ക് അവർ മാറാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായ ഇടപെടലുകൾ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന്, ഈ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നുമാണ് വേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.